അപ്പോൾ ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നം സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി കരാറുകാർക്കെതിരായിട്ട് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി വളരെ ശക്തമത്തായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് കേരളം ആഗ്രഹിച്ചത്. ഈ എടുത്ത നിലപാട് സംബന്ധിച്ച് ഗൗരവപൂർവ്വം പരിശോധിക്കുമ്പോൾ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്, റോഡ് പല ഭാഗങ്ങളും തകർന്നു പോയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, മഴ വരുന്ന സന്ദർഭത്തിൽ വലിയ രീതിയിലുള്ള മണ്ണ് ഇടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പല പരിപാടികളും പരിഹരിക്കപ്പെടേണ്ടുന്ന പ്രശ്നമായിട്ട് ഇപ്പോഴും നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടുണ്ട്. ഇതിലെ ചില കരാറുകാരെ സംബന്ധിച്ച് പുറത്തു വന്ന വിവരം, ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് വലിയ സംഖ്യ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത കമ്പനികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കരാറുകൾ കൈകാര്യം ചെയ്ത് വന്നിട്ടുള്ളത്. $980 കോടി BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത കമ്പനി വരെ തെലങ്കാനയിലെ കമലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് 38,000 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയതായി CAG കണ്ടെത്തിയിട്ടുള്ള കമ്പനിയിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ 980 കോടി രൂപ BJP ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുള്ളത്. അവർക്ക് 2 റീച്ച് ഈ നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല, ഇനിയും കൃത്യമായ അന്വേഷണം നടത്തി ആവശ്യമുള്ള തിരുത്തലുകൾ വരുത്താൻ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടേണ്ടതായിട്ടുണ്ട്. വളരെ വേഗം ഇന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നാഷണൽ ഹൈവേ വളരെ ഫലപ്രദമായ രീതിയിൽ അടുത്ത വർഷമാകുമ്പോഴേക്ക് നമുക്ക് രാജ്യത്തിന് തുറന്നു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. തെറ്റായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏത് കമ്പനിയായാലും, ഏത് കോൺട്രാക്ടറായാലും, ഏത് കരാറുകാരനായാലും അതിനെ കൃത്യമായി മനസ്സിലാക്കി ആവശ്യമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ദ്രുതഗതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കണം. കമ്പനിയുടെ സുതാര്യത പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ്. നിർമ്മാണത്തിലുണ്ടായിട്ടുള്ള കൃത്യതയ്ക്ക് എവിടെയാണ് കോട്ടം ഉണ്ടായത് ആ പരിശോധനയും വേണം. അപ്പോൾ ശരിയായ രീതിയിലുള്ള പരിശോധനയും ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം പൂർത്തിയാക്കി കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനത്തിൻ്റെ, പശ്ചാത്തല വികസനത്തിൻ്റെ ആ ഒരു ഉള്ളടക്കത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ആദ്യം മെറിറ്റിനെ പറ്റിയെല്ലാം ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പം ആ ചോദ്യമെല്ലാം അവസാനിച്ചിട്ടുണ്ട്. അതിനൊറ്റ വാക്കിൽ ഞാൻ ആദ്യ ഉത്തരം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇല്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ 66 ഇല്ല. അപ്പോൾ പിന്നെ മെറിറ്റിനെ പറ്റി വർത്തമാനത്തിനൊന്നും അടിസ്ഥാനമില്ല. ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്ന നിലപാട് സ്വീകരിക്കണം. നല്ലപോലെ പണം വാങ്ങി 980 കോടി രൂപയുടെ ഒറ്റ കമ്പനിയിൽ നിന്ന്, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടിന് വാങ്ങിയാൽ പിന്നെ അവരൊക്കെ എത്രത്തോളമാണ് ഉപയോഗിക്കുക എന്നുള്ളതിനെപ്പറ്റി നല്ലൊരു ധാരണ വേണം. കേരള പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, പറയണ്ട. അങ്ങനെ വാങ്ങിയാലെന്നാണ് പറഞ്ഞത്. ആ കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അത് രണ്ടാമത് പറഞ്ഞു തെലങ്കാന കമ്പനിയെ പറ്റി. അതുപോലെ അപ്പോൾ കരിമ്പട്ടികയിൽപ്പെടുത്തേണ്ടതെല്ലാം കരിമ്പട്ടികയിൽപ്പെടുത്തണം. എന്നാൽ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റോഡ് വികസനം നടത്താതിരിക്കാൻ പറ്റില്ല.
അത് തടയാനുള്ള ഒരു വഴിയായിട്ട് ഇപ്പോൾ യു ഡി എഫുകാർക്കും ബി ജെ പിക്കാർക്കുള്ള എന്താ ഒരു ആഹ്ലാദമാണ്, പൊളിഞ്ഞല്ലോ എന്നുള്ളൊരു ആഹ്ലാദം. എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് പൊളിഞ്ഞു കിട്ടണം എന്നുള്ള ധാരണയിലാണ് ഈ യു ഡി എഫുകാർ. ഒരു വികസനവും നടത്താൻ പാടില്ല, വികസനം നടന്നാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാവും എന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി എങ്ങനെയൊന്ന് പൊളിഞ്ഞു കിട്ടിയാൽ അതായി വളരെ പ്രധാനപ്പെട്ടത് എന്ന് വിചാരിച്ച് പുറപ്പെട്ട ആളുകൾക്കെല്ലാം കൃത്യമായ നിലപാട് സ്വീകരിച്ച് കേന്ദ്ര ഗവൺമെൻറ് മുമ്പോട്ടേക്ക് വന്നപ്പോൾ വേറെ ഉണ്ടായിട്ടില്ലാണ്ടായി. അതായിപ്പോൾ ഉണ്ടായത്, ഏറ്റവും അവസാനം ഉണ്ടായത് അതാണ്.